നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. അന്താരാഷ്ട്ര സർവീസുകൾക്ക് ഉൾപ്പെടെ നിരക്കിളവ് പ്രഖ്യാപിച്ച് വിമാന കമ്പനി. ഗൾഫ് സെക്ടറിലെ മറ്റ് വിമാന കമ്പനികളെ അപേക്ഷിച്ച് ഏറ്റവും നിരക്ക് കുറവായ ഒമാന്റെ ദേശീയ വിമാന കമ്പനിയായ ഒമാൻ എയർ എല്ലാ സർവീസുകൾക്കും 20% കിഴിവ് പ്രഖ്യാപിച്ചു. ഒമാൻ എയറിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ്, ആപ്പ്, കോൾ കൗണ്ടറുകൾ, ഒമാൻ എയർ നിയോഗിച്ച ട്രാവൽ ഏജന്റുമാർ എന്നിവയിലൂടെ യാത്രക്കാർക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. സെപ്റ്റംബർ 28 ശനിയാഴ്ച വരെ ബുക്ക് ചെയ്യുന്ന ടിക്കറ്റുകൾക്കാണ് ഈ ഓഫർ ലഭിക്കുന്നത്. മാർച്ച് 15 വരെയുള്ള മടക്കി യാത്ര ഉൾപ്പെടുന്ന ടിക്കറ്റുകൾക്ക് ഈ പ്രമോഷൻ ഓഫർ ലഭിക്കുന്നതാണ്. ഇക്കണോമി ക്ലാസ് നിരക്കുകളിൽ 20% വരെ കിഴിവ് വാഗ്ദാനം ചെയ്യുന്നത് സാധാരണക്കാരായ പ്രവാസി യാത്രക്കാർക്ക് ഗുണകരമാണ്. ഗൾഫ് സെക്ടറിലെ മറ്റ് വിമാന കമ്പനികളെ അപേക്ഷിച്ച് ഒമാൻ എയറിൽ നിരക്ക് വളരെ കുറവാണ്. 20% വരെ കിഴിവ് കൂടി ലഭിച്ചാൽ നിരക്ക് വീണ്ടും കുറയും. ബിസിനസ് ക്ലാസ് നിരക്കുകളിൽ 15% വരെ കിഴിവുകളും ഒമാൻ എയർ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. കരിപ്പൂരിലേക്ക് സൗദിയിൽ നിന്ന് നേരിട്ട് സർവീസ് ഇല്ലാത്തതിനാൽ മസ്കത്ത് വഴിയുള്ള ഒമാൻ എയറിന്റെ സൗദി ഒമാൻ ഇന്ത്യ കണക്ഷൻ സർവീസുകൾ മലബാറിൽ നിന്നുള്ള പ്രവാസികൾ ഒമാൻ എയർ സർവീസുകളെ കാര്യമായി ആശ്രയിക്കുന്നുണ്ട്. ഏറ്റവും പുതിയ ആഗോള വിൽപ്പന ക്യാമ്പയിൻ ആരംഭിക്കുന്നതിന്റെ ഭാഗമായാണ് ഒമാൻ എയറിന്റെ ഈ ഓഫർ. ഒമാൻ എയറിന്റെ ഔദ്യോഗിക എക്സ് പ്ലാറ്റ്ഫോം പേജിൽ പ്രമോഷൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ പ്രത്യേക ഓഫർ എല്ലാ വിമാനത്തിലും ലഭ്യമാണെന്നും ഒമാന്റെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ആതിഥേയത്വവും അനുഭവിച്ചറിയാൻ നേരത്തെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനും കമ്പനി ആഹ്വാനം ചെയ്യുന്നു. അതേസമയം പ്രവാസികളുടെ ബജറ്റ് എയർലൈനായ സലാം എയർ ഇന്ത്യയിലേക്കുള്ള സർവീസ് നിർത്തുകയാണ്. ഈ മാസം അവസാനം വരെയാണ് വിമാനം നിലവിൽ സർവീസ് നടത്തുക. ഒക്ടോബർ 1 മുതൽ ഇന്ത്യയിലേക്കുള്ള വിമാനങ്ങൾ ഉണ്ടാകില്ലെന്നാണ് ട്രാവൽ ഏജൻസികൾക്ക് അയച്ച സർക്കുലറിൽ സലാം എയർ കമ്പനി അറിയിച്ചത്. മലയാളികളടക്കമുള്ള സാധാരണക്കാരുടെ ആശ്രയമാണ് ഇതോടെ ഇല്ലാതാകുന്നത്. കേരളത്തിലെ 2 വിമാനത്താവളങ്ങളിലേക്ക് ഉൾപ്പെടെ സർവീസ് നടത്തിയിരുന്ന ഒമാന്റെ ബജറ്റ് വിമാനമാണ് സലാം എയർ. ഇന്ത്യയിലേക്ക് വിമാനങ്ങൾ അനുവദിക്കുന്നതിലുള്ള പരിമിതി മൂലമാണ് സർവീസുകൾ നിർത്തുന്നത് എന്നാണ് ട്രാവൽ ഏജൻസികൾക്ക് അയച്ച സർക്കുലറിൽ കമ്പനി വ്യക്തമാക്കുന്നത്. വെബ്സൈറ്റിൽ നിന്ന് ഒക്ടോബർ 1 മുതൽ ബുക്കിംഗ് ചെയ്യാനുള്ള സൗകര്യങ്ങളെല്ലാം വിമാന കമ്പനി നീക്കിയിട്ടുണ്ട്. റിസർവേഷൻ ചെയ്ത എല്ലാ യാത്രക്കാർക്കും പൂർണ്ണമായും റീഫണ്ട് നൽകും. റീഫണ്ടിനെ കുറിച്ച് സംശയമുണ്ടെങ്കിൽ ബന്ധപ്പെടാവുന്നതാണെന്നും കമ്പനി അധികൃതർ അറിയിച്ചു. അതേസമയം എത്ര കാലത്തേക്കാണ് സർവീസ് നിർത്തുന്നത് എന്നതിനെക്കുറിച്ച് അധികൃതരുടെ ഭാഗത്തു നിന്നും ഒരു വിശദീകരണം ഉണ്ടായിട്ടില്ല. കുറഞ്ഞ നിരക്കിൽ യാത്ര ചെയ്യാൻ കഴിഞ്ഞിരുന്ന സലാം എയറിന്റെ പിന്മാറ്റം സാധാരണക്കാരായ മലയാളികൾ അടക്കമുള്ള പ്രവാസികൾക്ക് ഏറെ തിരിച്ചടിയാണ്. നിലവിൽ കോഴിക്കോട്, തിരുവനന്തപുരം, ജയ്പൂർ, ലക്നൌ എന്നീ നഗരങ്ങളിലേക്കാണ് സലാം എയർ ഇന്ത്യയിലേക്ക് സർവീസ് നടത്തുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.